കഴിഞ്ഞ ദിവസം ഒരു മാതാവിൻ്റെ വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരു ജീവിത സാഹചര്യം കേൾക്കുവാനിടയായി. കാലങ്ങളായിട്ട് മദ്യപാനിയായ ഭർത്താവ് മദ്യസേവ ചെയ്തതിന് ശേഷം ഭവനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന മർദ്ദനത്തിൻ്റെ വേദനയെക്കാളും ആ ഉമ്മയുടെ മനസ്സിന് നൊമ്പരപ്പെടുത്തുന്നത് പ്രായപൂർത്തിയായ തങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച് പോലും യാതൊരു കാരുണ്യവും കൂടാതെ കാട്ടാള സ്വഭാവത്തോടു കൂടിയിട്ടുള്ള തൊഴിയും അശ്ലീല വാക്കുകളുമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തർക്കും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടേതായ പരിചയത്തിലും അറിവുകളിലും ഒരുപാട് പറയാനുണ്ടാകും. ദിനേന നാം കണ്ടുകൊണ്ടിരിക്കുന്ന പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള ദിനം പ്രതിയുള്ള വാർത്തകൾ നാം കണ്ടും കേട്ടും മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടും ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നാം ഇവിടെ ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് പുരുഷന്മാർ, ഈ നിലയ്ക്കുള്ള കാട്ടാള സ്വഭാവം സ്വീകരിക്കുന്നതായ പുരുഷന്മാർ, നാം ചിന്തിക്കേണ്ടത് വിവാഹത്തിനോടടുക്കുന്ന വിവാഹം കഴിയുന്നതായ ആദ്യവേളകളിൽ നല്ല സമ്മാനങ്ങളും സംഭാഷണങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം അവരെ ഇംപ്രസ്ഡ് ആക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ആളുകൾ വിവാഹാനന്തരം ഏകദേശം ഒരു വർഷത്തിന് ശേഷം അവരുടേതായ ജീവിതത്തിലേക്കൊന്ന് കണ്ണോട്ടിച്ചു നോക്കുമ്പോൾ സന്തോഷത്തിനും സമ്മാനത്തിനും പകരം അടിയും ഇടിയും തൊഴിയും അശ്ലീല വാക്കുകളും മോശ പദപ്രയോഗങ്ങളും ഒക്കെ കൊണ്ട് പല കുടുംബങ്ങളും ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കാനുള്ളത്, ഒരു ഉമ്മയുടെ ഉപ്പയുടെ മകളായിട്ടൊരു പെൺകുട്ടി ജനിച്ച് അതിനെ അവർ വിദ്യാഭ്യാസം കൊടുത്ത് ബാക്കി എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും സംവിധാനിച്ചുകൊണ്ട് 20 വയസ്സ് 22 25 വയസ്സ് വരെയൊക്കെ വളർത്തി വലുതാക്കി നല്ല നിലക്ക് ഒരാളെ കണ്ടെത്തി അനുയോജ്യനായിട്ടുള്ള ഒരു മനുഷ്യനിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ ആ യുവതിയെ, ആ സഹോദരിയെ വിവാഹം ചെയ്തതായ പുരുഷൻ ആദ്യ സമയത്ത് ആ പിതാവിൻ്റെ കൈപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ പിതാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ, അള്ളാഹു തആല കൽപ്പിച്ചതിൻ്റെ പേരിൽ നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരികയാണ്. നീ നല്ലതുപോലെ ഇവളെ നല്ല രൂപത്തിൽ നീ ഇവളെ പിടിച്ചു വെക്കുക, സംരക്ഷിക്കുക. അവൾക്ക് വേണ്ടുന്നതായ ഇത്രയും കാലം ഞാൻ നോക്കി, ഇനി നിന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ നോക്കിയതിനേക്കാളും ഭംഗിയായ നിലക്ക് നീ അവളെ സംരക്ഷിക്കുക. ഇനി നിനക്കതിന് സാധ്യമാകുന്നില്ല എങ്കിൽ നല്ല രൂപത്തിൽ നീ വിട്ടയക്കുക. ആ ഒരു കരാറിൻ പുറത്ത് ഒരു പിതാവ് 22-25 വർഷത്തോളം വളർത്തിയതായ ഒരു പൊന്നുമകളെ ഒരു സുപ്രഭാതത്തിൽ യാതൊരു പരിചയവും മുൻപരിചയങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ഭവനത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ ഈ നിലയ്ക്കുള്ള സമീപനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഇവൻ എത്ര വലിയ ക്രൂരനും എത്ര വലിയ തെമ്മാടിയും ധിക്കാരിയും അഹങ്കാരിയുമാണ്. അവനത് ചിന്തിക്കണ്ടേ? ഇവൻ്റെ ഒരു ഭവനത്തിലേക്ക് വരുമ്പോൾ അവനവിടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ആ സഹോദരങ്ങളുണ്ട്, അവന് ബാക്കിയെല്ലാം അവൻ്റെ സ്ഥലമാണല്ലോ. അവിടെ നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ്, നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്കൊരു നാളികേരം, ഒരു തെങ്ങെടുക്കാം. ആ തെങ്ങ് നാം നട്ട് അതിനെ പരിപാലിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് അത് ഇങ്ങനെ നല്ല രൂപത്തിൽ ഒരു ചെറുതേര് തയ്യായിരുന്നത് അത് വളർന്ന് നല്ലതുപോലെ അത് തേങ്ങ പിടിക്കാനുള്ളതായ സമയമാകുന്നതായ സമയത്ത് അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പറിച്ചു നടുകയാണ്. ആ സമയത്ത് എന്തുമാത്രം കെയറിങ് നാം നൽകണം. കാരണം അത് ഏതാണ്ട് ഒരു 3-4 വർഷത്തോളം അത് അതിന് പറ്റിയതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിലകൊണ്ടതായ ആ ഒരു വൃക്ഷം അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടുമ്പോൾ അതിന് വേണ്ടുന്നതായ കെയറിങ്ങും പരിഗണനയും പരിലാളനവും ഒന്നും നാം നൽകിയിട്ടില്ല എങ്കിൽ അതവിടെ നിന്ന് വാടി വേരോടാതെ നശിച്ച് പോകലാണ് ചെയ്യാറുള്ളത്. അതേസമയം അതിനെ നല്ല കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നോക്കി പരിപാലിച്ച് അതിനെ കൊണ്ടുവന്നാൽ മാത്രമാണ് അതിൽ നിന്നും നമുക്ക് കായും ഫലങ്ങളും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ഭവനത്തിൽ കഷ്ടം മാതാപിതാക്കളുടേതായ പരിലാളനകളിലൂടെ കടന്നു വന്നതായ ഒരു കുട്ടി നമ്മുടേതായ ജീവിതത്തിലേക്ക് നാം കൂട്ടിക്കൊണ്ടു വരുമ്പോൾ അതിനോടുള്ള സമീപനം കാട്ടാള രൂപത്തിൽ ഒരിക്കലും ആകരുത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടായിക്കൊണ്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിക്കൊണ്ട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട് ഭർത്താവിന് തൻ്റെ പ്രിയതമയോടുള്ള കടമകളെ പറ്റിയിട്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിക്കൊണ്ട് ചോദിക്കുകയാണ്, ഒരു പുരുഷന് അവൻ്റെ ഇണയോടുള്ള ബാധ്യതകളെ പറ്റി ചോദിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം ഉദ്ധരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ മറുപടിയായിക്കൊണ്ട് പറഞ്ഞത്,
നീ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അവളെയും നീ ഭക്ഷിപ്പിക്കണം. നീ ബ്രോസ്റ്റാണ് കഴിക്കുന്നതെങ്കിൽ അവൾക്ക് റേഷനരിയും പയറും അല്ല കൊടുക്കേണ്ടത്, നീ ഭക്ഷിക്കുന്നതിൽ നിന്ന് കൊടുക്കണം നീ അവൾക്ക്. നീ വസ്ത്രം ധരിക്കുമ്പോൾ അവളെ നീ എന്ത് ചെയ്യണം? ധരിപ്പിക്കണം. നിനക്ക് പുതിയതൊന്നും എടുക്കുമ്പോൾ നിന്റെ പ്രിയതമയ്ക്കും നീ എടുക്കണം. അവളുടേതായ മുഖത്ത് മർദ്ദിക്കാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബഹുമാനം, റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു അവയവമാണ് മുഖം. ഒരു കാരണവശാലും മുഖത്ത് നീ നിന്റെ ഭാര്യയെ അടിക്കാൻ, മർദ്ദിക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പിണക്കം, ചെറിയ പിണക്കങ്ങളൊക്കെ നീ രേഖപ്പെടുത്തേണ്ടത് അത് നിങ്ങളുടേതായ സ്വകാര്യമായിട്ടുള്ള സന്ദർഭങ്ങളിലല്ലാതെ നീ അവരുമായിട്ട് പിണങ്ങാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഉപദേശമാണ്. നമ്മുടെ ഭാര്യമാർ അത് ചെണ്ടകളാണോ അടി വാങ്ങിച്ച് ആർക്കും കൊട്ടാൻ പാകത്തിൽ വഴിയരികിൽ ഒരു ചെണ്ടയെ തൂക്കിയിട്ടിരുന്ന അതിനകത്ത് തട്ടുമ്പോഴും മുട്ടുമ്പോഴൊക്കെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണോ ഒരു ഉമ്മായും വാപ്പായും കഷ്ടപ്പെട്ട് വളർത്തി നല്ല രൂപത്തിൽ വിവാഹം ചെയ്ത് ഒരു അനുയോജ്യനാന്ന് തോന്നുന്ന നിലയ്ക്കുള്ള ഒരാളെ കിട്ടിയപ്പോൾ വളരെ മുന്നൊരുക്കങ്ങളോടുകൂടി നടത്തപ്പെട്ടതായ വിവാഹാനന്തരം അതിനെ ഒരു ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് നിസ്സാരമായ കാര്യങ്ങളുടെയൊക്കെ പേരിൽ അടിക്കാനും ഇടിക്കാനും തട്ടാനും മുട്ടാനുമുള്ളൊരു ചെണ്ടയായിട്ടാണ് ഇന്ന് പലരും പ്രിയതമമാരെ കാണുന്നത്. ഒരിക്കലും ഈമാനുള്ള ഒരു യുവാവിൽ നിന്നും സംഭവിക്കാൻ പാടുള്ളതേയല്ല. ആയതുകൊണ്ട് നമ്മുടേതായ ഭാര്യമാരൊക്കെ റെസ്പെക്റ്റ് കൊടുക്കുക. കാരണം നമ്മുടേതായ മക്കളെ മരണത്തിനോട് 10 മാസത്തോളം സ്വന്തം വയറ്റിൽ ഒരു ഭാരം, ഒരു ജീവൻ, 2-3 കിലോ ഉള്ള ഒരു ജീവൻ സ്വന്തം വയറ്റിൽ അവർക്ക് നേരാവണ്ണം ആഹാരം പോലും കഴിക്കാൻ സാധിക്കാതെ അവരുടേതായ വയറ്റിൽ ഒരു 2-3 കിലോയുള്ള ഒരു ജീവൻ, നമ്മുടേതായ മക്കൾ, അവരെ ചുമന്ന് മരണത്തിനോട് സമാനമായ വേദന അനുഭവിച്ച് തുടർന്നോ അതിനേക്കാളും പ്രയാസം 2-2.5 വർഷക്കാലം അതിന് പാല് കൊടുത്ത് ഉറക്കം പോലും അവർക്ക് നേരെ കിട്ടത്തില്ല. ശേഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വലിയ മക്കളാക്കി ആ മക്കളുടെ മുന്നിലിട്ടും ഈ ഉമ്മാനെ താറ്റിത്തൂറ്റി അടിക്കുക, ഇടിക്കുക, ഇതും പറയുക. അതൊന്നും ചെയ്യല്ലേ പ്രിയപ്പെട്ടവരെ, ചെയ്യല്ലേ പിതാക്കന്മാരെ, സഹോദരങ്ങളെ. നാം നമ്മുടേതായ ഭാര്യമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ സ്നേഹിക്കുക. എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ, കുടുംബജീവിതമാകുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നാം നല്ല രൂപത്തിൽ പറയുക, പറഞ്ഞ് പരിഹരിക്കുക. അതിന് പറ്റിയില്ലെങ്കിൽ മാന്യമായ നിലയ്ക്ക് വിട്ടുപിരിക്കുക എന്നതല്ലാതെ അവരെ അടിച്ച് ഇടിച്ച് അവർ ചെണ്ട പോലെയുള്ള ഒരു സമീപനം ഒരിക്കലും ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. അതൊക്കെ വളരെ മൃഗീയമായിട്ടുള്ള സ്വഭാവത്തിനേക്കാളും മോശമായിട്ടുള്ള പ്രവണതകളാണ്. അതൊന്നും വ്യക്തിത്വമുള്ള, സംസ്കാരമുള്ള ആൾക്ക് യോജിച്ചതല്ല. അള്ളാഹു തആല നമ്മുടെ ഭാര്യമാർക്ക്, ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ, ദുശ്ചെയ്തികൾ, ദുഷ്പ്രവർത്തനങ്ങൾ, ദുഷ്കർമ്മങ്ങളിൽ നിന്നൊക്കെ അവരെ സന്മാർഗത്തിലേക്ക് നല്ല സൽസ്വഭാവികളാക്കിയിട്ട് അള്ളാഹു മാറ്റിക്കൊണ്ടുവന്ന് നല്ല കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നസീബാകട്ടെ. മറ്റൊരറിവുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു അറിവ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ പകർന്നു കൊടുക്കുക. അള്ളാഹു തആല നാം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടേതായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.